എന്താണ് ബിട്രേയൽസ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ തന്നെ കുറച്ചൊരു കൺസേൺഡ് ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ അടിച്ചു. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഭയങ്കര ഷോ കാണിക്കുന്നത് കണ്ടു. ഈ സെക്യൂരിറ്റീനെ അടിക്കാൻ പോകുന്നത് പോലെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഷോക്കായ ഒരു ഇൻസിഡൻറ്റ്. നമുക്കൊരു 2008 ഒരു ഇന്റർനാഷണൽ റിസഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ടൈം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ നാട്ടിലേക്ക് പോവാണ്. ബ്രിഡ്ജ് കടന്ന വഴിക്ക് അയാൾ പറയുന്നത് നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് വാസ് എ ക്ലിയർ ബാക്ക് സ്റ്റാബിങ്. ഇവർ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആണ്. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല ഇവിടെ ആണ്. എന്തുകൊണ്ടാണ് ആളുകൾ അത് ഷെയർ ചെയ്യാത്തത് എന്നുള്ളതിന്റെ കോൺസെപ്റ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ അധികം റിസർച്ച് ചെയ്യാനൊന്നും അങ്ങനെ ഒരു ഹെവി ലിഫ്റ്റിംഗ് ടോപ്പിക് എടുക്കേണ്ടെന്ന് കരുതിയിട്ട് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിലും ഒരുപാട് മെമ്മറബിൾ എക്സ്പീരിയൻസസ് നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിൽ 1-2 എക്സ്പീരിയൻസസ് എനിക്കിവിടെ ഷെയർ ചെയ്യണം. ആൻഡ് അതിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം എനിക്ക് അധികം റിസർച്ച് ചെയ്യാനൊന്നും താല്പര്യമില്ലായിരുന്നു. ഈ വീക്കിൽ കുറച്ച് ബിസി സ്കെഡ്യൂളുള്ള വീക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് റിസർച്ച് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈഫിൽ നമ്മൾ മെമ്മറബിൾ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ചതിക്കപ്പെട്ട സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലേ? ബാക്കി എന്ത് മറന്നാലും നമ്മൾ ബിട്രേയൽസ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ 1-2 എക്സ്പീരിയൻസസ് ഞാൻ ഓൾറെഡി ഒരു 4 years മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത് ചെയ്യാനുള്ള സ്പെസിഫിക് റീസൺസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിവേ ഇന്ന് ജസ്റ്റ് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് മാത്രം ഇതിവിടെ ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്നാൽ, ഞാൻ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സമയത്ത് എൻ്റെ കുറച്ച് കൊളീഗ്സും ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ഹൈദരാബാദിൽ എനിക്ക് തോന്നുന്നു 1 or 2 days ഉണ്ടായിരുന്നു ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അന്ന് അവിടെ ഒരു വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ഗോട്ട് ക്യാൻസൽ. കാരണം എന്തോ ഒരു വെതർ ഫ്ലക്ച്വേഷൻസ് കാരണം എന്തോ ട്രാഫിക് അലൗഡ് അല്ല എന്തോ പറഞ്ഞിട്ട് അപ്പോൾ ആ മീറ്റിംഗ് ക്യാൻസൽഡ് ആയി. അപ്പോൾ ആ മീറ്റിംഗ് ക്യാൻസൽഡ് ആയപ്പോൾ നമുക്ക് ഒരു ഡേ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു അവിടെ സ്റ്റേ. അപ്പോൾ സ്റ്റേ എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സെയിം നൈറ്റ് നമുക്കെന്തോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും ഡ്രസ്സില്ല, ലോണ്ട്രി കൊടുക്കാനുള്ള ടൈമും ഇല്ല, കിട്ടാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. സോ പെട്ടെന്ന് മീറ്റിംഗ്സിന് വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 1-2 ഡ്രസ്സ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബഞ്ചാര ഹിൽസിലെ ഒരു ഫേമസ് ഹോട്ടലിലാണ് അന്ന് താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കുറച്ച് ബ്രാൻഡഡ് സ്റ്റോഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്കത് കാണാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോയിട്ട് കുറച്ച് ഡ്രസ്സസ് എടുത്തിട്ട് വരാം. എനിവേ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സ് ഉണ്ട് നെക്സ്റ്റ് 2 days. അപ്പോൾ അതിനെന്തായാലും ആവശ്യമുള്ളതാണ് എന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങോട്ട് ഷോപ്പിങ്ങിന് പോകാനായിട്ട് തീരുമാനിച്ചു. ആൻഡ് നമുക്കധികം ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് ഈ വെതർ അലേർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ്ങും പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഹോട്ടൽ സ്റ്റാഫിനോട് പറഞ്ഞു നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു. നാട്ടിലുള്ളപ്പോൾ എനിക്ക് ടുക്ക് ഓട്ടോ ട്രാവലിംഗ് ഇഷ്ടമാണ്. ബിക്കോസ് ഇത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്കെല്ലാം അത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൊലീഗ് ഇന്ത്യൻ അല്ല, അവർ വേറൊരു കൺട്രിയിലത്തെ ആളാണ്. അപ്പോൾ അവരും അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ നമ്മൾ ഓട്ടോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോട്ടൽ സ്റ്റാഫിനോട് പറഞ്ഞു നമുക്കൊരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവർ ഒരു ഓട്ടോ കൊണ്ടുവന്നു, നമ്മളതിൽ പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, നമ്മൾ പോകുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഇതാണ്. അപ്പോൾ ആ ഡ്രൈവർ എന്തോ എനിക്ക് ആ ഓട്ടോ കുറച്ച് ഷാബി ആയിട്ട് തോന്നി. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെല്ലാം ഓട്ടോ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ആൻഡ് അവർ വെൽ ബിഹേവ്ഡ് ആണ്. എൻ്റെ എക്സ്പീരിയൻസിൽ എപ്പോഴും അവർ ഭയങ്കര വെൽ ബിഹേവ്ഡ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ സ്പെസിഫിക് ഓട്ടോ എനിക്ക് കുറച്ച് ഷാബി ആയിട്ട് തോന്നി. സാധാരണ അത്ര ക്ലീൻ ആയിട്ട് തോന്നിയില്ല. ആൻഡ് അയാൾ യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് വെച്ചിട്ട് യൂണിഫോംസ് മാൻഡേറ്ററി ആണ്. ഓട്ടോ ഡ്രൈവേഴ്സിനെല്ലാം മാൻഡേറ്ററിലി അവർ യൂണിഫോം ധരിക്കണം എന്നുള്ളതാണ് റൂൾ എന്നാണ് എൻ്റെ
എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർ യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പം തന്നെ കുറച്ചൊരു കൺസേൺഡ് ആയിരുന്നു ഞാൻ, ഇതിന് എന്താണ് ആവോ, ആൻഡ് ഐ ഡോണ്ട് നോ, ദ ഹോൾ സെറ്റപ്പ് അത്രയ്ക്ക് ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിവേ, അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, കാരണം ഇവരൊരു വേറെ കൺട്രിയിലെ സ്ത്രീയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. അയാൾ വിചാരിച്ച് കാണും ഇനി നമുക്ക് ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളാണോ എന്താണോ എന്ന് അറിയില്ല. നമ്മളവിടെ ഡ്രോപ്പ് ചെയ്ത്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അക്രോസ് ദ സ്ട്രീറ്റ്. അപ്പോൾ അധികം ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 50 rupees ട്രിപ്പ് ആയിരിക്കണം. അപ്പം നമ്മളവിടെ ഡ്രോപ്പ് ചെയ്ത വഴിക്ക് ഇയാൾ ചാർജ് ചെയ്ത എമൗണ്ട് 600 rupees ആണ് അയാൾ ആവശ്യപ്പെട്ടത്. അപ്പം ഞാൻ ഷോക്ക്ഡായിട്ട് പറഞ്ഞു, 600 rupees എന്ന് പറഞ്ഞ വഴിക്ക് അയാൾ പറഞ്ഞു, നോ, 600 കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ അടിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ റക്കസ്, എന്തോ ഒരു പ്രോബ്ലമാറ്റിക്, പ്രോബബ്ലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ആണോ എന്താണെന്ന് അറിയില്ല. ഇറ്റ്സ് നോട്ട് ഓക്കെ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റി വന്നു. ഇയാളുടെ ബിഹേവിയർ കണ്ട വഴിക്ക് ഈ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു, ഐ ഹാൻഡിൽ, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഷോറൂമിൽ കയറി, ആൻഡ് ഷോറൂമിൽ നിന്ന് ഔട്ട്സൈഡ് വിസിബിൾ ആണ് എന്താ നടക്കുന്നതെന്ന് എനിക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇയാൾ ഇങ്ങനെ ഭയങ്കര ഷോ കാണിക്കുന്നത് കണ്ടു. ആൻഡ് ഇവരിങ്ങനെ ആർഗ്യൂ ചെയ്യുന്നത് നമുക്കിവിടെ ഉള്ളിൽ നിന്ന് തന്നെ കാണാനുണ്ട്. അറ്റ് വൺ പോയിന്റ് ഈ സെക്യൂരിറ്റീനെ അടിക്കാൻ പോകുന്നത് പോലെ കണ്ടപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, സെക്യൂരിറ്റീനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണെങ്കിൽ നമുക്ക് കൊടുക്കാം, ലെറ്റ് ഹിം ഗോ എന്ന് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, അയാൾ 600 ആണ് ചോദിക്കുന്നത്, നെഗോഷിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഗിവ് ഹിം 600, നമുക്ക് അയാൾ പോയിക്കോട്ടെ, നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 600 കൊടുത്തിട്ട് 50 rupees പോലും വഴിയില്ല കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ് ആൻഡ് കുറച്ച് ക്രൗഡ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആൻഡ് എൻ്റെ ഈ കൊലീഗിന് ഓട്ടോ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഓട്ടോ എടുത്തത്. അല്ലെങ്കിൽ ഓട്ടോ എടുക്കേണ്ട ആവശ്യമേ ഇല്ല, വി കുഡ് ഹാവ് വാക്ക്ഡ് ഓൾസോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓക്കെ, നമ്മളത് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അവർക്ക് 600 കൊടുത്തിട്ട് നമ്മുടെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. സോ നോ ബിഗ് ഡീൽ. അപ്പോൾ എനിക്ക് ഈ എക്സ്പീരിയൻസസ് ഒന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, കാരണം ഓൾറെഡി എനിക്ക് എന്തൊരു അൺഈസിനെസ് ഫീൽ ചെയ്തിരുന്നു, നോട്ട് ഓക്കെ എന്ന്. ആൻഡ് എനിക്ക് അയാളൊരു ട്രസ്റ്റ് വർത്തി പേഴ്സണായിട്ടും തോന്നിയില്ല. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, നോ പ്രോബ്ലം. 50 കൊടുക്കേണ്ട സ്ഥാനത്ത് 600 കൊടുക്കേണ്ടി വന്നു. ആൻഡ് ഇറ്റ്സ് ഓക്കെ. പ്രോബബ്ലി അയാൾ അനദർ ഇൻടോക്സിക്കേറ്റിംഗ് സാധനം വാങ്ങാനായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ആ ഒരു 600 rupees ഒന്നും യൂസ്ഫുൾ ആകാൻ പോകുന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്കൊരു റിഗ്രറ്റ് തോന്നിയില്ല, അല്ലെങ്കിൽ വിഷമം തോന്നിയില്ല, ആങ്കർ ഒന്നും തോന്നിയില്ല. കാരണം ഞാൻ അയാളിൽ നിന്ന് അതിനപ്പുറം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഐ വാസ് ലൈക്ക് ഷോക്കായിരുന്നു. ഇത്രയും എക്സ്ട്രാ ചാർജ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊരു ഷോക്കല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് അയാളിൽ നിന്ന് തോന്നിയില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, ഫൈൻ, ആൻഡ് വി ലെറ്റ് ഗോ. ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞു കേട്ടോ. ഇവിടെ വേറെ 2 ഇൻസിഡൻസ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എനിക്ക് ശരിക്കും ഷോക്കായ ഒരു ഇൻസിഡൻ്റ് ആണ്. ഈ ഇൻസിഡൻറ്റ് അത്ര ഷോക്കല്ല, നെക്സ്റ്റ് ഇൻസിഡൻറ്റ് ഭയങ്കര ഷോക്കിംഗ് ആയി. അപ്പോൾ ഈ സെക്കൻഡ് ഇൻസിഡൻറ്റ് എന്താണെന്നാൽ, ഒരു മലയാളിയാണ്. ആൻഡ് എനിക്കൊരു 5-6 years ആയിട്ട് പരിചയമുള്ള ഒരു മലയാളിയാണ്. ആൻഡ് ഇവിടെ റിസഷൻ അല്ലേ, നമുക്കൊരു 2008 ഒരു ഇന്റർനാഷണൽ റിസഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് കമ്പനികൾ അടച്ചുപൂട്ടുന്ന ഒരു സിറ്റുവേഷൻ, ക്ലോസ് ഡൗൺ, ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന ആള് കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോബ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വ്യക്തിനെ നമുക്ക് ജസ്വന്ത് കുമാർ എന്ന് പറയാം, അല്ലെങ്കിൽ JK എന്ന് വിളിക്കാം. ഓക്കെ, ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് JK എന്ന് പറയാം. അപ്പോൾ ഈ JK എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ടൈം ഇവിടെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഞാൻ നാട്ടിലേക്ക് പോവാണ്, നമുക്കൊന്നും ചെയ്യാനില്ല, ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, ഇത്ര ടൈമേ ഉള്ളൂ എനിക്കിനി വേറെ ജോബ് കിട്ടാനായിട്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ എല്ലാം അവസാനിച്ചു, എൻ്റെ കുട്ടികളിനെ എല്ലാം ഫാമിലി എല്ലാം എടുത്തിട്ട് എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡിസാസ്റ്റർ. കാരണം നമ്മൾ നാട്ടിലധികം നിന്നിട്ടില്ല, വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഫുൾ അൺസർട്ടനിറ്റി ആണ് എന്നൊക്കെ ഒരുപാട് വിഷമിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു. ആൻഡ് ഹി യൂസ് ടു ഒക്കേഷണലി ചാറ്റ്. നമുക്ക് 4-5 years ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ അക്വൈൻറ്റൻസ് ആണ്, ഫ്രണ്ട്സ് ഒന്നുമല്ല, പ്രൊഫഷണലി എനിക്ക് അറിയാം വ്യക്തിനെ. ആൻഡ് പ്രൊഫഷണൽ സെറ്റപ്പിൽ സംസാരിക്കും, കാണുകയെല്ലാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്.
ആൻഡ് മലയാളി എന്നൊരു കൺസിഡറേഷനും നമ്മൾ കൊടുക്കാറുണ്ട്. മലയാളീസിന് നമ്മൾ എവിടെ കണ്ടാലും ഓക്കെ ഈസ് ഫ്രം കേരള, മലയാളി എന്നൊരു നമുക്ക് എപ്പോഴും സോഫ്റ്റ് കോർണർ തോന്നൂല്ലോ, നമ്മുടെ ആളുകൾ എന്നുള്ളൊരു സോഫ്റ്റ് കോർണർ. അപ്പോൾ അങ്ങനെ ആ വ്യക്തി അപ്പോൾ പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് അപ്പോൾ തന്നെ ഒരു ക്ലയൻറ്റിന് അവരുടെ അഡ്മിൻ ഓഫീസിൽ ട്രാവലിംഗ് ആയതുകൊണ്ട് അവർക്കൊരു ഇമ്മീഡിയറ്റ് വേക്കൻസി റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് ഞങ്ങൾ കുറേ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റിക്വയർമെൻറ്റ് ആയതുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി ജെയ്ക്കോട് പറഞ്ഞു, ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്, ഞങ്ങൾ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കൂ, വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ യു, ഇറ്റ്സ് ഗുഡ് ഓർഗനൈസേഷൻ, പോയി അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. സോ ജെയ്ക്കെ വാസ് ലൈക്ക് ഓക്കെ എന്ന് പറഞ്ഞു പോയി ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു. ദ കപ്പിൾ ഓഫ് ഇൻ്റർവ്യൂസ്, ടെസ്റ്റ്, അവർക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ ഓർഗനൈസേഷന് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ്, ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, മാനേജ്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. അവർ നെഗോഷിയേറ്റ് ചെയ്തു, പാക്കേജ് എല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് ഇയാൾ ജോയിൻ ചെയ്ത വഴിക്ക് ഇയാൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയോട് പറഞ്ഞു, ബിസിനസ് കൺസൾട്ടൻസായ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അയാൾക്ക് ഓൾറെഡി ഈ കമ്പനിയിലെ HR ഹെഡിനെ അറിയാം, അതുകൊണ്ട് നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയി പോയി എനിക്ക് മാത്രമല്ല എൻ്റെ ടീമിന് മൊത്തം ഭയങ്കര ഷോക്കിംഗ് ആയി. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ട് അയാൾ ആ ഹെൽപ്പ് എന്താ പറയുക, ആ ബ്രിഡ്ജ് കടന്ന വഴിക്ക് അയാൾ പറയുന്നത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് അവരൊരു എഫേർട്ടും ഇട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് അയാളുടെ കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ പിന്നീട് ആ കമ്പനിയിലുള്ള നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല അവർ പറയുന്നത് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കേണ്ട, കാരണം അയാൾക്ക് ഓൾറെഡി HR മാനേജറിനെ അറിയാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അറിയാമായിരിക്കാം, പക്ഷെ നമ്മൾ ഈ പ്രോജക്റ്റായിട്ട് കുറേ മാസങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിന് പ്രീവിയസ് ആയിട്ടും നമ്മൾ കുറേ കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂവിന് അയച്ചിട്ടുണ്ട്, കുറേ നെഗോസിയേഷൻസ് നടത്തിയിട്ടുണ്ട്, കുറേ മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടീം അത്രയും എഫേർട്ട് ഇട്ടിട്ടുള്ളതാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റേഷൻ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ കൺസൾട്ടേഷനുള്ള ഫീ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ജോയിൻ ചെയ്ത വഴിക്ക് ആ കമ്പനിയിലെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആ കമ്പനീനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ അയാളുടെ പേയ്മെൻറ്റ് കട്ട് ഓഫ് നമുക്ക് തരാതെ കമ്പനീനെ സേവ് ചെയ്തു എന്നൊരു ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ബ്രിഡ്ജിൽ അണ്ടറിൽ എറിയാണ് ചെയ്തത്. അല്ല, ഇപ്പം നമ്മുടെയും എൻ്റെ ടീമിൻ്റെയും എഫേർട്ടിനെ മൊത്തം ഇല്ലാതാക്കുന്ന രീതിയിൽ അയാൾ ഞങ്ങളെ ബ്രിഡ്ജിൻ്റെ അണ്ടറിൽ എറിയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ആ കമ്പനിയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടും അവർ നമ്മുടെ എഫേർട്സ് അറിയുന്നത് കൊണ്ടും മാത്രം നമ്മുടെ പേയ്മെൻറ്റ്സ് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ടീം എല്ലാം അവരെ കോൺടാക്ട് ചെയ്തിട്ട് കൃത്യമായി സംസാരിച്ചു. വി ടോൾ ദം, കറക്റ്റായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ പേയ്മെൻറ്റ്സ് ഡ്യൂ ആണ്, കാരണം ഞങ്ങളുടെ ടീം ഈ എഫേർട്ടെല്ലാം എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പ്രയറായിട്ട് അറിയാം എന്നുണ്ടെങ്കിലും ഞങ്ങളാണ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്, ഞങ്ങളാണ് നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്തത് ഞങ്ങളുടെ ടീമാണ്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഡ്യൂ എന്തായാലും പേ ചെയ്തേ പറ്റൂ എന്ന് സംസാരിച്ചപ്പോൾ ദേവർ ഓക്കെ വിത്ത് ഇറ്റ്. ഓൺലി ദിസ് ഗൈ, നമ്മൾ ഹെൽപ്പ് ചെയ്ത ഗൈ ആണ് നമ്മൾ തന്നെ ടേൺ അറൗണ്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി സ്റ്റാബ് ചെയ്തത്. അപ്പോൾ എനിക്കത് ഷോക്കായിരുന്നു, പക്ഷെ പ്രത്യേകിച്ച് ഇമോഷനൊന്നും തോന്നിയില്ല. കാരണം അയാൾ പ്രോബബ്ലി ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കാം. ഓർ അയാളുടെ ഒരു വാല്യൂ ആ കമ്പനിക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ എന്നറിയില്ല. പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് അയാളുടെ ഒരു സർവൈവൽ തന്ത്രമായിട്ടോ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ക്ലിയർ ബാക്ക് സ്റ്റാബിങ്. അപ്പോൾ അതൊരു ഷോക്കായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ ടീമും ഒന്നും ഞാൻ പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യാൻ പോയില്ല. ഈവൻ ദോ എനിക്കൊരു 4-5 years ആയിട്ടുള്ള അക്വൈൻറ്റൻസ് ആയിട്ടുള്ള ആളായിട്ട് പോലും ഒന്നും റിയാക്ട് ചെയ്യാൻ പോയില്ല. കാരണം അതിൻ്റെ ഒരു റിയാക്ഷൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ആൻഡ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഒരുപാട് നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടും പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടും ഈവൻ അതർവൈസും നമുക്കിങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഒരു സ്പെസിഫിക് പ്രപ്പോർഷൻ ഓഫ് എറർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാം എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വർക്കിലെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇമോഷനൊന്നും തോന്നിയില്ല.
ബട്ട് നെക്സ്റ്റ് സിറ്റുവേഷൻ, അടുത്ത എക്സാമ്പിൾ ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് എന്നെ ഇമോഷണലി തകർത്ത ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എഗെയിൻ ഒരു ഫീമെയിലാണ്, മല്ലു ഫീമെയിലാണ്, മലയാളിയാണ്. ആൻഡ് ഇവരെ എനിക്കൊരു അക്വൈൻറ്റൻസ് ആണ് എന്നെ പരിചയപ്പെടുത്തിയത് ഇവർക്ക്. അപ്പോൾ ഇവരന്ന് എന്നോട് പറഞ്ഞു അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു ചെറിയ കുട്ടിയുണ്ട്, ഷി വാസ് മാരീഡ് ആൻഡ് ഓൾ. അപ്പോൾ നമുക്ക് അവരെ മഞ്ജു പ്രസാദ് അല്ലെങ്കിൽ MP എന്ന് പറയാം. അപ്പോൾ ഇവരിനെ ഒരു അക്വൈൻറ്റൻസ് എന്നെ പരിചയപ്പെടുത്തി. ആൻഡ് ഇവർ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആണ്. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, ഇവിടെ ആരും പരിചയക്കാരില്ല എന്നൊക്കെ വളരെ കരയുന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അവരുടെ ആ വിഷമെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സ് ഭയങ്കരമായി അലിഞ്ഞു. ചെറിയൊരു പെൺകുട്ടിയാണ് ഉള്ളത്, അവർക്ക് ആരും സപ്പോർട്ടിനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഒരു ഇതായിപ്പോയി. ഐ വാസ് ലൈക്ക് ഓക്കെ, എന്നെ വിളിച്ചാൽ മതി, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എനി ടൈം ദർ ടു ഹെൽപ്പ് യു, എന്തായാലും എന്നെ വിളിച്ചോളൂ, എന്നെ അപ്ഡേറ്റ് ചെയ്തോളൂ എന്നെല്ലാം ഞാൻ പറഞ്ഞ് അവരെ ഐ റിയലി വാണ്ടഡ് ടു ഹെൽപ്പ് ഹർ. അങ്ങനെ ഷീ യൂസ് ടു സെൻഡ് മീ മെസ്സേജസ്, ഷീ യൂസ് ടു ടെക്സ്റ്റ് മീ ഓൺ വാട്സാപ്പ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട്, വിച്ച് ഐ വാസ് ലൈക്ക് മോർ ദൻ ഹാപ്പി ടു ഹെൽപ്പ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു അഡ്മിഷൻ വേണം. അപ്പോൾ അതിന് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ ആ റെഫറൻസ് വെച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു. സാധാരണ ആരും ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കില്ല. ഐ ഡോണ്ട് നോ, ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് ആളുകൾ അത് ഷെയർ ചെയ്യാത്തത് എന്നുള്ളതിൻ്റെ കോൺസിക്വൻസസ് ഇത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിവേ, ബിഗ് ഡിസാസ്റ്റർ. അപ്പം ഇവരെന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഷീ നീഡ്സ് എ ലോട്ട് ഓഫ് ഹെൽപ്പ്, അവർക്ക് ഒരുപാട് ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ എൻ്റെ ഈ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവർക്ക് കൊടുക്കുകയാണ്, ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ട്. ഇവരിങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ കൊടുത്തിട്ടും ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ. ആൻഡ് അവർ പിന്നെ എന്നെ അപ്ഡേറ്റ് ഒന്നും ചെയ്തില്ല എന്നാണ് എൻ്റെ ഇല്ല. അവർ പറഞ്ഞു ഞാൻ പോയിരുന്നു, സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ തീവ്രത എനിക്ക് അപ്പം മനസ്സിലായില്ല, പിന്നീട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു 1-2 months എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നില്ല ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഹോളിഡേയ്സ് ആയിരുന്നു, ഇവിടെ സമ്മർ ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് ഞാൻ അങ്ങനെ കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു. എന്താണ് ഒരു അപ്ഡേറ്റ്സും വരുന്നില്ലല്ലോ, വീക്ക്ലി അപ്ഡേറ്റ്സ് വരേണ്ടതാണ്, അപ്പോൾ ഇപ്പോൾ വരുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് 1 month ഓർ സംതിങ് ഞാൻ ലോഗിൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പോയിട്ട് എല്ലാം അവരുടെ ഡീറ്റെയിൽസാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ പാരൻസിൻ്റെ നെയിമിന് പകരം അവരുടെ പാരൻസിൻ്റെ നെയിം, എൻ്റെ അഡ്രസ്സിന് പകരം അവരുടെ ഹോം അഡ്രസ്. ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ്. ആൻഡ് ദ അക്കൗണ്ട് ബിലോങ്സ് ടു മീ, പക്ഷേ എല്ലാ ഡീറ്റെയിൽസും അവരുടെ ഡീറ്റെയിൽസ് മീൻസ് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും റീപ്ലേസ് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് ആക്ച്വലി ക്രിമിനൽ ഒഫൻസ്. ഇവരെന്ത് അവിടെ പോയിട്ട് പറഞ്ഞത് ഇത് ചെയ്യിക്കാനായിട്ട് എന്ന് എനിക്കറിയില്ല. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ് ടു ദ കോർ. ഞാൻ ഭയങ്കര ഷോക്ക്ഡായി, സർപ്രൈസ്ഡായി. കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു ഗെയിം പ്ലാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ഡൗൺ ട്രോഡൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് പോർട്രേ ചെയ്ത ഒരാൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഞാൻ ഇമ്മീഡിയറ്റ്ലി ഇവരെ വിളിച്ചിട്ട് എൻ്റെ ഇമോഷൻസ് എല്ലാം ഞാൻ പുറത്തേക്ക് വന്നു. കാരണം അപ്പോൾ ഈ 3 ഇൻസ്റ്റൻസസ് നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3ാമത്തെ ഇൻസിഡൻറ്റിൽ എനിക്ക് ഇമോഷണൽ ആവാനുള്ള മെയിൻ കാരണം ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ്. സെക്കൻഡ് ഇൻസിഡൻറ്റ് ഐ വാസ് ഓക്കെ. ഐ വാസ് ലൈക്ക് പ്രോബബ്ലി ഐ ഹാഡ് എ ഫീലിംഗ് ദാറ്റ് എപ്പോഴെങ്കിലും അങ്ങനെ 100% വിശ്വസിക്കാൻ
പറ്റാത്ത ആളുകളാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നിരിക്കാം എനിക്ക്, ലൈക്ക് സബ് കോൺഷ്യസ്ലി എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നിരിക്കാം. ബട്ട് ദ തേർഡ് പേഴ്സൺ, ഈ ലേഡി വിത്ത് എ ചൈൽഡ്, എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അവരെന്നെ ഇങ്ങനെ ബിട്രേ ചെയ്യുമെന്ന്. അപ്പം എനിക്ക് ഭയങ്കരമായി ഇമോഷണലി ഞാൻ ഇമ്പാക്റ്റഡ് ആയിരുന്നു ആ സിറ്റുവേഷനിൽ. ആൻഡ് ഐ റിയാക്റ്റഡ് ഓൾസോ. ഇമ്മീഡിയറ്റ്ലി ഞാൻ റിയാക്ട് ചെയ്തു. അവർ ഫോൺ വിളിച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്തു ബിക്കോസ് ഓഫ് മൈ ഷോക്ക് ആൻഡ് സർപ്രൈസ്. അവരിത് ചെയ്തു എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഷോക്ക്. എൻ്റെ ഷോക്ക്, ഐ ട്രസ്റ്റഡ് ദിസ് പേഴ്സൺ. I trusted this person with my very private information, and she misused it, and she replaced it for whatever game she was planning to do. I don't know. അപ്പം അവിടെ ഇവർ ചെയ്തതിനേക്കാളും ഉപരി എനിക്ക് എന്നെ തന്നെയാണ് ബ്ലെയിം ചെയ്യേണ്ടി വന്നത്. വൈ ഐ ട്രസ്റ്റഡ് ഹെർ സോ ബ്ലൈൻഡ്ലി എന്നുള്ളത്. അപ്പം അവിടെയാണ് എനിക്ക് ആ ഇമോഷണൽ ഓവർഫ്ലോ ഉണ്ടായത്. അവിടെയാണ് എനിക്ക് ആ റിയാക്ഷൻ ഉണ്ടായത് ടു മൈസെൽഫ്. ഞാൻ എന്തിനും ഇങ്ങനെ ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ നോക്കി, എന്തിനും ഞാൻ ഇങ്ങനെ ഒരാളിൽ ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ നോക്കി എന്നുള്ള ആ ഒരു ഇമോഷണൽ റിയാക്ഷൻ ഞാൻ കൊടുത്ത ഒരു സിറ്റുവേഷൻ അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇമോഷണൽ ആകുന്നത് നമ്മൾ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ്, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ റിയാക്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ആ ഓട്ടോ ഡ്രൈവർ, എനിക്ക് അയാൾ ഒട്ടും ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ അയാൾ ഒട്ടും എനിക്ക് എന്തോ ഒരു എന്താ പറയുക, എന്തോ ഒരു പന്തിക്കേട് എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലെല്ലാം പന്തിക്കേട് എന്ന് പറയും. എന്തോ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പോൾ എനിക്ക് ഇനീഷ്യലി തന്നെ അയാളെ എന്തോ ട്രസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് ഐ വാസ് ഓക്കെ that he tried to scam us. I was like, okay, you want to scam? Okay, you happy? Okay, take it and go. And the second instance also, somewhere it's business. People are trying to do their own game and trying to find their own place by using other people. Okay, fine. Even that you are trying to survive. But the third instance was the biggest betrayal. Biggest betrayal. ഭയങ്കര ബിട്രയൽ ആയിപ്പോയി. ഈവൻ ദ സെക്കൻഡ് ഇൻസ്റ്റൻസ്, ആക്ച്വലി സ്പീക്കിംഗ്, ദാറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് എ ബിഗ്ഗസ്റ്റ് ബിട്രയൽ ബിക്കോസ് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഹിം ടു ഡു ലൈക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ജോയിനിങ് ദി ഓർഗനൈസേഷൻ നമ്മളോട് പറയാണ്, അയ്യോ എനിക്ക് ഇവർക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന്. നമ്മുടെ ടീമും അത്രയും വർക്ക് ചെയ്ത് ഇയാളിനെ എങ്ങനെയെങ്കിലും ഒരു ജോബ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസിന് അയച്ചു. നോട്ട് ഓൺലി ദിസ് കമ്പനി, ഒരുപാട് ഡിഫറെൻറ്റ് കമ്പനിയിൽ നമ്മൾ ഈ കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അയച്ചതാണ്. അയാൾ അതെല്ലാം മറന്നിട്ട് പിന്നെ പറയാണ്, ഇല്ല ഈ കൺസൾട്ടൻസിന് നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പറയാം നമുക്ക് ഓൾറെഡി പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവർക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് രണ്ട് സ്കാമുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് ആൻഡ് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനും ഇതാണ്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അധികം റിസർച്ച് ഒന്നും ചെയ്യാത്തൊരു ടോപ്പിക് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ടോപ്പിക് ഇവിടെ കവർ ചെയ്യുന്നത്. നിങ്ങളിത് എൻജോയ് ചെയ്തോ എന്നറിയില്ല, സ്റ്റോറി ടൈം എന്നൊക്കെ പോലെ വേണമെങ്കിൽ പറയാം. നിങ്ങളിത് എൻജോയ് ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ത്രൂ കമൻറ്റ്സ്. ആൻഡ് ഇതിൻ്റെ ഞാൻ പ്രീവിയസ് ഡിസ്കഷൻസിനെ പറ്റിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാം. അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ താങ്ക് യു ഫോർ യുവർ ടൈം ആസ് ഓൾവേസ്. Until we meet next time, bye bye. Thank you.